കഴിഞ്ഞ വട്ടം ലാവ് ഒരു ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കൊരു നമ്മുടെ ലോഗോയൊക്കെ വെച്ചിട്ടുള്ള ഒരു പെട്ടിയാണ് അയച്ചു തന്നത്. ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് കരുതിയാണ് ഒരു പെട്ടി വന്നത്. പെട്ടി നമ്മൾ പൊളിച്ച് നോക്കിയ സമയത്ത് അതിനകത്ത് ഒരു മാഗ്നിഫൈയിങ് ഗ്ലാസും അതുപോലെ തന്നെ ഒരു വിളംബരത്തിൻ്റെ ഒരു പേപ്പറുമാണ് കിട്ടിയത്. അതായത് ലാവയുടെ ബ്ലേസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ അവർ റിലീസ് ചെയ്തു. ഈ ബ്ലേസ് പ്രോ എന്ന് പറയുന്നതും ഒരു ബഡ്ജറ്റ് സെക്ഷനിൽ വരുന്ന ഒരു ഫോൺ തന്നെയാണ്. 9,999 രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആദ്യം തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് താഴെയുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഊരി നോക്കിയ സമയത്ത് നോർമൽ പെട്ടി, ഫോണിന്റെ പെട്ടി ഇരിപ്പുണ്ട്. ആ ഒരു പെട്ടി നമ്മൾ പൊളിച്ച് നോക്കിയപ്പോൾ ഈ ഒരു സാധനം കിട്ടി. ഇതാണ് നമ്മുടെ ലാവ ബ്ലേസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഈ ഒരു ഫോൺ ഞാൻ പെട്ടിക്കകത്തുനിന്ന് പുറത്തെടുത്തതിന് ശേഷം അവർ തന്നെ തന്ന ഒരു ബാക്ക് കവർ, ഒരു സിലിക്ക കേസ് ഉണ്ടായിരുന്നു. അതും കൂടി ഇട്ടപ്പോൾ ഇത് മൊത്തത്തിൽ കുറച്ച് കട്ടി വന്നു. ആദ്യം തന്നെ കൈകളിലെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്താ ഇത്ര കട്ടി. പിന്നെ ഞാൻ ആ ഒരു ബാക്ക് കവർ മാറ്റിയപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഗ്ലാസ്സിലുണ്ടാക്കി എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമിലാണ് ഫോൺ വരുന്നത്. ഫ്രണ്ടും ബാക്കും എല്ലാം പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ, ബാക്ക് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഫ്രെയിം ആണെങ്കിൽ പോലും നമ്മൾ കൈകളിൽ പിടിക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലോസി എഫക്റ്റ് അവർ കൊടുത്ത് അതൊരു പ്ലാസ്റ്റിക് അല്ല, കുറച്ച് പ്രീമിയം ആണെന്നുള്ള ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. കുറച്ച് നാൾ മുന്നേ ജം ട്രേഡിൻ്റെ മെറ്റാ ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റ് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. അവരൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അടിപൊളി കോൺടെസ്റ്റ്, ബിഗ് മാഡ് വിന്നിങ്സ് എന്നാണ് ഈ ഒരു കോൺടെസ്റ്റിന്റെ പേര്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഒക്ടോബർ മാസം 14 മുന്നേ നിങ്ങൾ ഈ ഒരു gem.trade NFT മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു ബോളറിന്റെ NFTയും അതുപോലെ തന്നെ ഒരു ബാറ്റ്സ്മാൻ്റെ NFTയും വാങ്ങുക. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കോൺടെസ്റ്റിന്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് വിൻ ചെയ്യുന്ന 100 പേർക്ക് BMW ബൈക്കും iPhone 14ഉം PlayStation 5, Xbox സീരീസ്, സ്മാർട്ട് വാച്ച്, സാംസങ്ങിന്റെ ടാബ്ലറ്റ്, ബോട്ടിൻ്റെ എയർ ഡോപ്സ്, അങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ പ്രൈസസ് ഉണ്ട്. നിങ്ങൾ ഈ പർച്ചേസ് ചെയ്ത NFT വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ ഏൺ ചെയ്യാനും പറ്റും. എന്നിട്ട് ഈ ഒരു കോൺടെസ്റ്റിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഫിസിക്കലി നോക്കുമ്പോൾ ഭയങ്കര വെറൈറ്റി ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു നോച്ചോട് കൂടിയുള്ള 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. ബാക്കിലായിട്ട് 50 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറ. അത് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമുണ്ട്. ഫോട്ടോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കളേഴ്സ് ഒന്നും ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നില്ല. കളേഴ്സൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് എന്താണോ അത് തന്നെയാണ് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാതെ ഭയങ്കരമായിട്ട് പച്ച കൂട്ടി ചുവപ്പ് കൂട്ടി ഒരു ഗുമ്മ് വരുത്തി അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിനകത്തില്ല. മാക്രോ ഷോട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല അടുത്തുള്ള ഫോട്ടോസ് തന്നെയാണ് എടുക്കാൻ പറ്റുന്നത്. ഇനി വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയുടെ വീഡിയോ അത്ര നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തതല്ല. നമ്മൾ എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അത് ഫോക്കസ് ആവുള്ളൂ. ഇനി സെൽഫി ലൈക്ക് എന്നെ പോലെ തന്നെ നല്ല ബോറിംഗ് ആയിട്ടുള്ള സെൽഫി ആയിരുന്നു. പക്ഷേ അതെന്തോ കുറച്ചുകൂടി അവർ കളറിൽ കുറച്ച് കളി കളിച്ചിരുന്നെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ബെറ്റർ സെൽഫി വന്നേനെ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു കുറ്റമായിട്ട് എടുത്ത് പറയുന്നതല്ല. എന്നാലും ഇനി നമ്മുടെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.52 ഇഞ്ചിൻ്റെ ഒരു IPS LCD 90 Hz റിഫ്രഷ് റേറ്റിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. കളേഴ്സൊക്കെ വളരെ നന്നായിട്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽ ഏത് നട്ടുച്ചയ്ക്ക് പുറത്തിറങ്ങിയാലും നിങ്ങൾക്ക് നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫുൾ ബ്രൈറ്റ്നസ് ഇടപ്പോൾ ഇതിൻ്റെ OS എന്ന് പറയുന്നത് മൊത്തത്തിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. Android 12 നിങ്ങൾക്ക് ബ്ലോഡ് വേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. ഓവറോൾ യൂസേജ് എക്സ്പീരിയൻസ് ഭയങ്കര സ്മൂത്ത് തന്നെയാണ്. പക്ഷേ കുറച്ച് സ്ലോ ആണ്. അതായത് കുറച്ച് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. സ്റ്റട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. MediaTek Helio G37 ആണ് ഇതിനകത്തുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത്. 4 GB റാം, 64 GB ഇന്റർണൽ സ്റ്റോറേജ്. അപ്പോൾ അത് വെച്ചിട്ട് ഗെയിമിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്ഫോൾട്ട് 9 ഒക്കെ അതായത് നമ്മൾ നേരത്തെ കുറേ ഫോണുകൾ ട്രൈ ചെയ്തപ്പോൾ അതിനകത്ത് ആസ്ഫോൾട്ട് 9 സെർച്ച് ചെയ്താൽ പോലും വരില്ലായിരുന്നു. ഇതിനകത്ത് ആസ്ഫോൾട്ട് 9 വരുന്നുണ്ട്, ഇൻസ്റ്റാളും ആയിട്ടുണ്ട്. കളിച്ച് നോക്കിയപ്പോൾ ടെക്സ്ചേഴ്സും ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കുറവാണ്, പക്ഷേ പ്ലേയബിൾ ആണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയായിട്ട് ഓരോ സ്റ്റട്ടർ വരുന്നുണ്ടെങ്കിലും അത് നമ്മളെ അനോയിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, വെറുപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റട്ടർ അല്ല. കളിച്ച് പോകാൻ പറ്റും, പ്ലേയബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇത്രയും വലിയ ഗെയിം കളിക്കണ്ട, അതായത് ആസ്ഫോൾട്ട് 9 കളിക്കണ്ട, 10,000 രൂപയുടെ ഫോണല്ലേ. അപ്പോൾ കുറച്ച് കുട്ടി ഗെയിമുകളൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇനി സ്പീക്കേഴ്സ് അത്യാവശ്യം സ്പീക്കറുണ്ട് എന്ന് പറയാനായിട്ടൊരു സ്പീക്കറുണ്ട്, അത് തന്നെയാണ്. പാട്ട് കേൾക്കാം, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഗുമ്പൊന്നുമില്ല. ഇനി ഡിസ്പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീഡിയോ കാണുന്ന സമയത്തായാലും ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നല്ല രസമായിട്ട് തന്നെ ഉണ്ട്.
പവർ ബട്ടണിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പവർ ബട്ടൺ അമർത്തുന്ന സമയത്ത് തന്നെ ഫോണും അൺലോക്ക് ആയി കിട്ടും. ഇനി ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ 5000 mAh ആ ഒരു ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. പ്ലസ് Android 12 സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട്. ഒരുപാട് നീട്ടി കൊണ്ടുപോകാനായിട്ട് ഒന്നും തന്നെ ഇല്ല. 9999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ അകത്ത് എടുത്ത ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ, പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് 6999 രൂപയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, ടാറ്റ.